ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി ലഭിച്ചതിൽ സന്തോഷമറിയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. രാജഗോപാലിന്റെ പാസ്പോർട്ട് നിഷേധിച്ചതിനെതിരെ വി.ഡി. സതീശൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. രാജഗോപാലിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നതായി മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചെയ്യുന്നത്. ബിനിൽ, വിശദാംശങ്ങൾ. അഞ്ജലി, പശ്ചിമ ബംഗാളിലെ ബാലിഗഞ്ച് മണ്ഡലത്തിലായിരുന്നു ടെലിഗ്രാഫിന്റെ മുൻ എഡിറ്ററായുള്ള ആർ രാജഗോപാലിന് വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ SIRൽ അദ്ദേഹത്തിന്റെ പേര് അവിടെ നിന്ന് വിട്ടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പാസ്പോർട്ടിന് അപേക്ഷ നൽകിയെങ്കിലും അത് പാസ്പോർട്ട് അതോറിറ്റിയെ ഇത് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനമാണ് പോലീസ് അറിയിച്ചത്. SIRൽ അവിടെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബംഗാൾ പോലീസ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത്. ഇതിൽ കടുത്ത എതിർപ്പ് കേരളത്തിലും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കത്തയച്ചു. സംസ്ഥാനത്തും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJP എതിർച്ചയിൽ നിൽക്കുന്ന ഒരു പത്രാധിപർ കൂടി മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതികാര സൂചകമായിട്ടാണ് ഇത്തരം നടപടികളിലേക്ക് സർക്കാർ പോകുന്നതെന്ന ഒരു വിമർശനം കേരളത്തിലും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. പിന്നീടാണ് മുഖ്യമന്ത്രി ഒരു കത്ത് സുവേന്ദു അധികാരിക്ക് നൽകിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആർ രാജഗോപാൽ അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ ചെയ്തിരുന്നു. പിന്നീട് ഇന്നലെയാണ് പാസ്പോർട്ട് പുതുക്കി നൽകിയത്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, കേരളത്തിലെ വി.ഡി. സതീശനെ ഇക്കാര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ഓഫീസിനെ ഇക്കാര്യം അറിയിച്ചു. ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ശരി, ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.